ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ആശുപത്രി 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ആവും. ആ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ 3 ദിവസം നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട്. അതായത് അത് മറ്റൊന്നുമല്ല, കുഞ്ഞിന് മുലപ്പാലല്ലാത്ത വേറെ ഒന്നും ആദ്യത്തെ 3 ദിവസം കൊടുക്കാതിരിക്കാൻ ആസ് എ പാരന്റ് നിങ്ങൾ നിർബന്ധം പിടിക്കണം. കാരണം പല കൾച്ചേഴ്സിലും പലതും തൊട്ട് കൊടുക്കുന്ന രീതി, ഹണി കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നല്ലതല്ല. കുട്ടിക്ക് ആദ്യത്തെ ദിവസം കിട്ടേണ്ടത് ആ കൊളോസ്ട്രം എന്ന ആ മഞ്ഞ കട്ടയുള്ള പാലാണ്. രണ്ടാമത്തത്, അതുപോലെ തന്നെ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 3 ദിവസം ആശുപത്രിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എന്തെങ്കിലും ഫീഡിങ് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഫീഡിങ്ങിൽ കോൺഫിഡൻസ് കുറവുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ കൗൺസിലിംഗ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഫീഡിങ്ങുമായി ആദ്യത്തെ 3 ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ദിവസങ്ങളിൽ പാല് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ എമൗണ്ട് വളരെ ലോ ആയിരിക്കും. അത് കണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട. കുറച്ച് പാലേ വരുന്നുള്ളൂ, ഇതെന്താ ഇങ്ങനെ, കുട്ടിക്ക് എങ്ങനെ വിശപ്പടങ്ങും, അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വയറ് ഒരു ചെറിപ്പഴത്തിന് അത്രേ ഉള്ളൂ. ഒരു 5 to 7 ml ഒക്കെ മതിയാവും ഒരു തവണ ആ കുട്ടിക്ക് സാറ്റിസ്ഫൈ ആകാൻ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കുറച്ച് പാലേ വരുന്നുള്ളൂ, അത് കണ്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 ദിവസം ചിലപ്പോൾ മഞ്ഞ കട്ടിയുള്ള കുറച്ച് പാല് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അടുത്ത കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ട കാര്യങ്ങളാണ്, എപ്പോഴാണ് കുഞ്ഞിന്റെ മൂത്രം ഒഴിച്ചത് അല്ലെങ്കിൽ മൂത്രം പോയത്. 48 മണിക്കൂർ വരെ കുഞ്ഞ് മൂത്രം ഒഴിക്കാൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ മലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 24 മണിക്കൂർ വരെ കാത്തിരിക്കാം. 24 മണിക്കൂറായിട്ട് മലം പോയിട്ടില്ല, 48 മണിക്കൂറായിട്ട്, ജനിച്ച് 48 മണിക്കൂറായിട്ട് മൂത്രം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് അംബിലിക്കൽ കോഡ്. നിങ്ങൾ ആശുപത്രി വിടുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി എങ്ങനെയുണ്ട് നോക്കുക, അവിടുന്ന് രക്തം വരുന്നുണ്ടോ, പൊക്കിൾക്കൊടി ക്ലാമ്പ് ചെയ്ത് അത് സ്ലിപ്പ് അയച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഉറപ്പുവരുത്തുക. ഡോക്ടർമാർ ചെക്ക് ചെയ്യും, എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് പരിശോധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ ശ്രദ്ധപ്പെടുത്തുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡിങ് ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾ നേരിടുകയാണെങ്കിൽ ഡോക്ടറെ അറിയിച്ച് കൗൺസിലിംഗ്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് ചോദിക്കേണ്ടതാണ്. അടുത്തൊരു കാര്യമാണ് വാക്സിനേഷൻ. നിങ്ങളുടെ കുഞ്ഞ് ആശുപത്രി വിടുന്നതിന് മുമ്പ് 3 ദിവസം ഡെലിവറി കഴിഞ്ഞ് ആശുപത്രി വിടുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ട 3 വാക്സിനേഷൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി, OPV ആൻഡ് BCG. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ പോളിയോ, അതുപോലെ BCG. ഈ 3 വാക്സിൻ നിങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് തന്നെ നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ച് പോകാൻ ശ്രമിക്കുക. ഇനി അതിൽ ചില ആശുപത്രികളിൽ ചില പ്രത്യേക ദിവസങ്ങളിലായിരിക്കും വാക്സിനേഷൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബി വിത്തിൻ 24 അവർ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വിത്തിൻ 24 അവർ നൽകേണ്ട വാക്സിനാണ്. OPV, BCG കഴിയുന്നതും ഡിസ്ചാർജിന് മുമ്പാണ്, പക്ഷെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നിർബന്ധമായിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ പോവുക. ഏറ്റവും ബെസ്റ്റ് 3 കൂടി ഒരുമിച്ച് കിട്ടി വീട്ടിൽ പോകുന്നതാണ് ബെസ്റ്റ് മെത്തേഡ്. അപ്പം വാക്സിനേഷൻ മനസ്സിലായി. ഇനി ടെസ്റ്റ്. നിങ്ങളുടെ കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ആശുപത്രി വിടുന്നതിന് മുമ്പ് ഏതെല്ലാം ടെസ്റ്റുകൾ ചെയ്തിരിക്കണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ പല ആശുപത്രികളിലും, പ്രത്യേകിച്ച് വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആണ്. അതായത് കുഞ്ഞിന്റെ കാലിൽ നിന്നും ഒരു കുഞ്ഞു ബ്ലഡ് ഡ്രോപ്പ് എടുത്തിട്ട് കുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ, ഇപ്പോൾ അങ്ങനെ കഞ്ചനൈറ്റലായിട്ട് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് അത്. പക്ഷെ എല്ലാ ആശുപത്രികളിലും ഉണ്ടാവണമെന്നില്ല, അത് നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് തൈറോയിഡിന്റെ ടെസ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ചെയ്യേണ്ടതാണ് തൈറോയിഡിന്റെ ടെസ്റ്റ്. പിന്നെ മറ്റൊന്നാണ് ബ്ലഡ് ഗ്രൂപ്പ്. കാരണം തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുന്ന സമയത്ത് അവരോട് പറയാം കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പും കൂടി നോക്കണം. അതെന്തായാലും ഡോക്ടർമാർ നോക്കും. മറ്റൊന്ന് ബിലിറൂബിൻ, അതായത് മഞ്ഞ. ഇതെല്ലാ കുട്ടികൾക്കും വേണ്ട ടെസ്റ്റ് അല്ല. മഞ്ഞ എല്ലാ കുട്ടികൾക്കും ആവശ്യമില്ല. മറിച്ച് ഡോക്ടർ പരിശോധിച്ച് കുട്ടിക്ക് മഞ്ഞ ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിലിറൂബിൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് തൈറോയിഡും ബ്ലഡ് ഗ്രൂപ്പും നിങ്ങളൊന്ന് നോക്കുക. അതാണ്
ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട ബ്ലഡ് ടെസ്റ്റ്. പക്ഷെ കുട്ടിയുടെ കണ്ടീഷനും കുട്ടിയുടെ രോഗാവസ്ഥയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഡോക്ടർ മറ്റ് ടെസ്റ്റുകൾ പറഞ്ഞേക്കാം. പക്ഷെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ഒരു ഹെൽത്തി ചൈൽഡിന് ഏറ്റവും വേണ്ടത് തൈറോയിഡാണ്. അടുത്ത ഒന്നാണ് കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇത് നിങ്ങൾ ആശുപത്രി വിടുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധിച്ച് അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവുക. ഇനി അഥവാ നിങ്ങൾ ഡെലിവറി എടുത്ത നിങ്ങളുടെ കുഞ്ഞിന്റെ ഡെലിവറി നടന്ന ആശുപത്രിയിൽ കേൾവി പരിശോധിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വിത്തിൻ 6 weeks, അതായത് ആദ്യത്തെ 1.5 മാസത്തിനുള്ളിൽ തന്നെ അങ്ങനെ സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ പോയി അത് പരിശോധിച്ച് കുട്ടിയുടെ കേൾവി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആശുപത്രി വിടുന്നതിന് മുമ്പ് അതുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് വാങ്ങുന്നതാണ് ബെസ്റ്റ്. ഇനി സൗകര്യം ഇല്ലെങ്കിലുള്ള കാര്യമാണ് അവസാനം പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റ്. ഇത് ഒരു ടെസ്റ്റ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഒന്നുമില്ല, കുഞ്ഞിന്റെ വലത്തെ കൈയിലും ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ലിംബിലുള്ള SpO2, അതായത് ഓക്സിജന്റെ അളവ്, SpO2 അറിയാലോ, ആ ഓക്സിജന്റെ അളവ് പരിശോധിക്കുക. അത് വലത്തെ കൈയിലും കാലിലുള്ള അളവുകൾ വലിയ വ്യത്യാസം വരാൻ പാടില്ല. വലിയ വ്യത്യാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങളെ കുട്ടിക്ക് ചെറിയ എന്തോ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു കുഞ്ഞിന്റെ കയ്യിലെ ഓക്സിജന്റെ അളവ് നോക്കുന്നതോടുകൂടി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പക്ഷെ മിസ്സായി പോയേക്കാവുന്ന ഒരു ഹൃദയ രോഗമാണ്. ആ കുട്ടിക്ക് നേരത്തെ ചികിത്സ കിട്ടാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആശുപത്രികളിലും ടെസ്റ്റ് ചെയ്യും, അതൊരു ഡോക്ടർമാർ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളും ഡോക്ടറോട് ചോദിക്കുക, ഈ SpO2 ടെസ്റ്റ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, 2 കൈയിലും കാലിലും ഒരുപോലെ ആണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. അത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അടുത്തതാണ് ഡിസ്ചാർജ്. അപ്പോൾ ഈ 3 ദിവസം വളരെ സക്സസ്ഫുൾ ആയി, ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞു, ഫീഡിംഗ് ഒക്കെ ഓക്കെ ആയി. ഡിസ്ചാർജിന് മുമ്പ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ കുട്ടി നല്ല രീതിയിൽ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഫീഡിങ്ങുമായിട്ടുള്ള എല്ലാ സംശയങ്ങളും ഡോക്ടർമാരോടും സിസ്റ്റർമാരോടും ചോദിച്ച് നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫീഡിങ് തനിയെ കൊടുക്കാൻ ഫുൾ കോൺഫിഡൻ്റ് ആണെന്നുള്ള രൂപത്തിൽ വേണം അവിടുന്ന് പോകാൻ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെടുന്ന ടെസ്റ്റുകളും പരിശോധനകളൊക്കെ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഡിസ്ചാർജിന് പ്ലാൻ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് കാർഡ് അങ്ങനെ കാർഡ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട, അല്ലെങ്കിൽ ഡോക്ടർമാരോട് പറഞ്ഞ് അതിൽ ഉറപ്പ് വരുത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, അതുപോലെ എങ്ങനെയാണ് ഡെലിവറി, സിസേറിയൻ ആണോ, അതൊക്കെ അതിലുണ്ടായിരിക്കണം. അതുപോലെ ജസ്റ്റേഷൻ, ടേം ആണോ പ്രീ ടേം ആണോ, അതുപോലെ കുഞ്ഞിന്റെ വെയിറ്റ്. ആ വെയിറ്റ് എടുക്കുമ്പോൾ ബർത്തിലുള്ള വെയിറ്റും വേണം, ഡിസ്ചാർജിന്റെ സമയത്തുള്ള വെയിറ്റും വേണം. അതോടൊപ്പം എത്ര വെയിറ്റ് ലോസ് പെർസെൻറ്റേജ് ഉണ്ടെന്ന് കൂടെ എഴുതി തരാൻ പറയാം. കാരണം ആദ്യത്തെ കുറച്ച് ദിവസം കുട്ടി വെയിറ്റ് താഴോട്ടാ പോവാം. അപ്പൊ എത്രമാത്രം കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വാങ്ങണം. അതുപോലെ ഒന്നാണ് കുഞ്ഞിന്റെ ഹെഡ് സർക്കംഫറൻസ്, അതായത് തലയുടെ ചുറ്റളവ്, തലയുടെ ആ ചുറ്റളവാണ് വേണ്ടത്. പിന്നെ ലെങ്ത്, കുഞ്ഞിന്റെ നീളം എത്ര ഉണ്ട്. അതുപോലെ SpO2 നമ്മളിവിടെ പറഞ്ഞു. ഈ സാധനം, ഈ പൾസ് ഓക്സിമീറ്ററിൽ എത്ര ഉണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തല്ലോ. അപ്പൊ ബ്ലഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് കാർഡിൽ എഴുതി വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരുമ്പോൾ ആ റിപ്പോർട്ട് കളക്ട് ചെയ്യാം. അതുപോലെ ഒന്നാണ് സ്റ്റൂൾ പാസ് ഡാറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഡോക്ടർമാരെല്ലാം അത് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വാങ്ങണം. കുഞ്ഞ് ആദ്യമായി എപ്പോഴാണ് മലം പോയത്, 48 മണിക്കൂറായോ 24 മണിക്കൂറായോ, മലം പോവാൻ ഡിലേ വന്നോ, അതൊക്കെ നിങ്ങൾ ഡിസ്ചാർജ് കാർഡിൽ എഴുതി വാങ്ങണം. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 6 മാസമോ അല്ലെങ്കിൽ 7 മാസമൊക്കെ ആകുമ്പോൾ ഒരു മലബന്ധം വന്നു, കാര്യമായ സീരിയസ് ആയിട്ടുള്ള ഒരു മലബന്ധം, കുറേ ദിവസമായിട്ട് കുട്ടി മലം പോകുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളെ ഡോക്ടർ അടുത്ത് വരുമ്പോൾ കുട്ടിക്ക് കാര്യമായ അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞ് ആദ്യമായി ജനിച്ചിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മലം പോയത്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ചില അസുഖങ്ങൾ നമുക്ക് അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ബർത്ത് കാർഡ് നോക്കുമ്പോൾ പല പാരൻസിൻ്റെയും ബർത്ത് കാർഡിൽ അത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വാങ്ങണം. അതോടൊപ്പം തന്നെ മൂത്രം എപ്പോഴാണ് പോയതെന്നുള്ളത് എഴുതിയാലും നല്ലത്. പക്ഷെ നിർബന്ധമായിട്ട് വേണ്ടത് സ്റ്റൂൾ എപ്പോഴാണ് പാസ് എന്നുള്ള കാര്യം അതിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുട്ടിയുടെ കണ്ണ് പരിശോധിച്ച വിവരം, കുട്ടിയുടെ കാല് പരിശോധിച്ച വിവരം, ഇതൊക്കെ അതിൽ ഡോക്ടർമാരെ എഴുതും. അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പൊ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം.
അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്ചാർജിന് തയ്യാറായി, ഡിസ്ചാർജ് കാർഡ് കിട്ടി നമ്മൾ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഉറപ്പ് വരുത്തേണ്ട കാര്യം അടുത്ത വിസിറ്റിന്റെ ഡേറ്റ് വാങ്ങിയിട്ട് വേണം പോകാൻ. സാധാരണഗതിയിൽ ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് വിത്തിൻ 2 to 3 days നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതുണ്ട്. എന്തിനാ കാണിക്കേണ്ടത്? അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, കാരണം കുട്ടിക്ക് മഞ്ഞ വരുന്നത് ആദ്യത്തെ ഒരാഴ്ചയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് വിത്തിൻ 2 to 3 days കുട്ടിയുടെ മഞ്ഞ പരിശോധിക്കാനും മറ്റുമായിട്ട് നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് ഈ ഡിസ്ചാർജ് കഴിഞ്ഞ അതേ ആശുപത്രിയിൽ തന്നെ തിരിച്ചു വന്ന് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഡേറ്റും ടൈമൊക്കെ നോക്കി അതിനുള്ള ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പം നെക്സ്റ്റ് വിസിറ്റും പ്ലാൻ ചെയ്തിട്ട് അന്ന് ഡിസ്ചാർജ് ആയി പോവാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു തരും. അപ്പം ഇത് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റു പാരൻസിലോട്ട് എത്തിക്കുക. നമ്മുടെ ഈ പാരന്റിങ് സീരീസിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കുഞ്ഞിന് ഇപ്പൊ നമ്മൾ ജനനം കഴിഞ്ഞു, ജനിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു, ഇനി അടുത്ത വീഡിയോയിൽ എന്താ പറയാൻ പോണേ? ആദ്യത്തെ ഒരാഴ്ച കുഞ്ഞ് നേരിടാൻ പോകുന്ന പ്രശ്നം അതെന്തൊക്കെയാ? ഒന്ന് മഞ്ഞയാണ്, പിന്നെ കുഞ്ഞിന്റെ പോട് വീഴുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ടോപ്പിക്കായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ.